നമസ്കാരം, എല്ലാവർക്കും ആർടി മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം LGS ലാസ്റ്റ് ഗ്രേഡ് സർവീസിൻ്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. LGSൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് രണ്ട് ജില്ലകളിലെ സാധ്യതകൾ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. പരമാവധി എൻ്റെ സമയത്തിനനുസരിച്ചും മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പലരുടെയും സംശയങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തത് കാരണം ഞാൻ മുൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ പുതിയ റൊട്ടേഷൻ തയ്യാറാക്കി നിങ്ങളുടെ സാധ്യതകൾ പറയാൻ പറ്റൂ. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ അവസാന അഡ്വൈസുകൾ ഇപ്പോഴും പല ജില്ലയിലും പോയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ഈ പുതിയ ലിസ്റ്റിൽ നിന്നുള്ള അഡ്വൈസ് പോകുക. അതുകൊണ്ട് എവിടെയാണോ നിർത്തിവെച്ചത് അതിൻ്റെ തുടർച്ച കിട്ടണം. എവിടെയാണോ അവസാനിച്ചത് എത്ര NJD ഉണ്ട്, NCA ഉണ്ട്, TPO. NJD NCA എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുടെ പിന്നെ നോ കാൻഡിഡേറ്റ്സ്, ഒരു കാൻഡിഡേറ്റ്സ് അവൈലബിൾ അല്ലാത്തവർ മാറ്റി കൊടുത്തത് NCA, TPO ടെമ്പററി പാസ്ഡ് ഓവർ എന്ന് പറയും. 50% ഓപ്പൺ കോമ്പറ്റീഷൻ വരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയുണ്ട്, എവിടെയാണോ അവസാനിച്ചത്, ഏത് റൊട്ടേഷനിലാണ് അവസാനിച്ചത്, അതിൻ്റെ ബാക്കിയാണ് പുതിയ ലിസ്റ്റിൽ നിന്ന് തുടങ്ങുക. അതുകൊണ്ട് തന്നെ അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഓരോ ലിസ്റ്റിൽ നിന്നും ഓരോ കാറ്റഗറി, ഉദാഹരണത്തിന് ഈഴവ കാറ്റഗറി എത്ര എണ്ണം, കഴിഞ്ഞ ലിസ്റ്റിന് ചിലപ്പോൾ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവും. ഈ ലിസ്റ്റിൽ എത്ര എണ്ണം ഉണ്ട്, ഓരോ കാറ്റഗറിയും എണ്ണം എടുക്കണം. ഞാൻ LPSTയുടെ പല ലിസ്റ്റിലും അങ്ങനെ ഒരു നിങ്ങൾ മുന്നിൽ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം. LPSTയിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കാറ്റഗറിക്കുള്ള സാധ്യതകളാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളത്. ഓരോ കാറ്റഗറിയിലുള്ള സാധ്യതകൾ പറയാറുണ്ട്. അതിനൊക്കെ ഇനി ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം, റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കണം, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകളിൽ എത്ര നിയമനം നടന്നിട്ടുണ്ട്, എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, ഓരോ കാറ്റഗറി എത്രയാണ് നിയമനം നടന്നത്, ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് എന്നാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഞാൻ 3 ലിസ്റ്റുകൾ നോക്കുന്നുണ്ട്. 3 ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9 വർഷത്തിൽ കൂടുതലുള്ള ഡാറ്റയായി. ഇതിപ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ഒരു 6 വർഷത്തെ 2 ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 6-7 വർഷത്തെ ഡാറ്റയായി. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം നിയമനം. 6 വർഷത്തെ നിയമനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത 3 വർഷവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ കൊണ്ട് കുറച്ചുകൂടി മുകളിലോ ആയിരിക്കും നിയമനം എന്നുള്ള ഒരു അസസ്മെൻറ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാവും. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിലുള്ളവർക്ക്, കുറേ ഉള്ളവർക്ക് എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് തുടർന്ന് പഠിക്കാനുള്ള അവസരമുണ്ട്, തുടർന്ന് പഠിക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ഇത്തരം കാര്യങ്ങൾക്കാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. പിന്നെ LGSൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില പോസ്റ്റുകൾക്ക് വനിതകൾക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ വനിതകളുടെ റൊട്ടേഷൻ വേറെ ആയിരിക്കും. ഇവ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെയിൽ ആൻഡ് ഫീമെയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. റാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് 500-ലാണെങ്കിൽ അത് 501-ൽ, എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി ഞാൻ കൂടുതൽ പേര് ആവശ്യപ്പെട്ട 2 ജില്ലകളുടെ കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ സാധ്യതകളാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. കൂടുതൽ പേര് ആവശ്യപ്പെട്ട 2 ജില്ലകളാണ് ഞാൻ എടുത്തത്. ഒന്ന് ആദ്യം എടുക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ കാര്യങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 400 പേരുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 406 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 22 പേര്, ടോട്ടൽ 828 പേര് ലിസ്റ്റിലുണ്ട്. 828 പേരാണ് ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് വന്നിരിക്കുന്നത് നമുക്കറിയാം 18/7/2025 ജൂലൈ 18. ഈ ജൂലൈ 18-നാണ് നമ്മുടെ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത്. അതിൻ്റെ തൊട്ട് 3 വർഷം മുമ്പ് 18/7/2022 വന്ന ലിസ്റ്റിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് ഇതുവരെ എന്നുള്ളത് നമുക്ക് റെക്കോർഡ്സ് പ്രകാരം 372 അഡ്വൈസ് പോയിട്ടുണ്ട്. അത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 3/7/25 ജൂലൈ 3-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് ഇപ്പോൾ വെബ്സൈറ്റിലുള്ള പ്രകാരം. അതായത് അതിന് ശേഷം ഒരു അഡ്വൈസും കൂടി പോയിട്ടുണ്ടാവും വേക്കൻസി. അതായത് 25/6/2025 ജൂൺ 25 വരെയുള്ള വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട് അന്ന്. അതിനുശേഷം ജൂൺ 25 കഴിഞ്ഞ് ജൂലൈ 17 വരെയുള്ള സമയമുണ്ട്. ജൂലൈ 17 വരെയുള്ള സമയമുണ്ട്. അത്രയും എന്തായാലും അവസാന ദിവസങ്ങളൊക്കെ അഡ്വൈസ് വാർത്തകളൊക്കെ നിങ്ങൾ പേപ്പറിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു അഡ്വൈസും കൂടി പോയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസും കൂടി അപ്പോൾ 372 ആയിരിക്കില്ല, അതിൽ കൂടുതലായിരിക്കും. അത് വന്നിട്ട് ഞാൻ കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാവുന്നതാണ്. ആ ലിസ്റ്റ് പ്രകാരം 372 അഡ്വൈസിൽ ഓരോ കാറ്റഗറിയിൽ എത്രയാണ് അഡ്വൈസ് നടന്നത്. മെയിൽ ആണുങ്ങളുടേതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 303-ാം റാങ്ക് വരെ, ഈഴവ 301-ാം റാങ്ക് വരെ, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, വിശ്വകർമ്മ 295 റാങ്ക് വരെ, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, ധീവര 253, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, DALV ഡിഫറൻ്റ് ഏബിൾ കാറ്റഗറിയിൽ LVയിൽ 5 പേരാണ് റാങ്ക് അല്ല, HI 3 പേര്, LDSVP 4 പേര്. ഇങ്ങനെയാണ് മെയിൽ കാറ്റഗറിയിൽ
പോയിരിക്കുന്നത്. ഫീമെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ കോമ്പറ്റീഷൻ 300, ഈഴവ 309, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വിശ്വകർമ്മ 262, SIC നാടാർ 338, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, ധീവര 355, ഹിന്ദു നാടാർ 174, ഡിഫറെൻ്റ് ഏബിൾ കാറ്റഗറിയിൽ LV 6 ആൾ, LDCP 4 ആൾ. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അതായത് നമുക്കറിയാം 372 അഡ്വൈസ് പോയിട്ടുണ്ട്. NJD NC ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഇനി പറയുന്നത് ഇത് ഒരു ലിസ്റ്റിൻ്റെ കാര്യമാണ്. അതായത് കഴിഞ്ഞ ലിസ്റ്റ് 2022 പ്രാബല്യത്തിൽ വന്ന് 25 അവസാനിച്ച ഒരു ലിസ്റ്റ്. അതിന് മുമ്പ് ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, 2019 വന്ന് 2022 19-18 അതായത് 2022 അവസാനിച്ച ലിസ്റ്റ്. 2021 വരെ അതിന് പ്രാബല്യം കിട്ടി. ഒരു വർഷം അവിടെ പെൻഡിങ്ങിലുണ്ടായിരുന്നു. 2021 ആ ലിസ്റ്റിൻ്റെ 9/11/2021 ലാസ്റ്റ് അഡ്വൈസ് പോയത്, നവംബറിൽ. അത് കഴിഞ്ഞ് നവംബറിൽ കഴിഞ്ഞ് അടുത്ത ജൂലൈ വരെയുള്ള സമയമുണ്ടായിരുന്നു. അത് ഓർക്കണം. അതിലും 372 അഡ്വൈസാണ് പോയിരിക്കുന്നത്. തൃശ്ശൂർ അങ്ങനെ പ്രത്യേകതയുണ്ട്, പത്തനംതിട്ട അങ്ങനെ പ്രത്യേകിച്ച് അതിലും 372 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അത് നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 337 റാങ്ക് വരെ, ഈഴവ 343, SC 381, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, മുസ്ലിം 338 റാങ്ക് വരെ, LCO റാങ്ക് 462, OBC 524, വിശ്വകർമ്മ 337, SIC നാടാർ 735, SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ അതാണ് SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ധീവര 377, ഹിന്ദു നാടാർ 603 റാങ്ക് വരെ, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ LV 3 ആൾ, HI 4 ആൾ, LDRCP 3 ആൾ. ഇങ്ങനെയാണ് അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ നിയമനം നടന്നിരിക്കുന്നത്. അതും 372 അഡ്വൈസ് ആയിരുന്നു. ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പിന്നെ നമ്മൾ ഓരോ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വർഷം പരിഗണിക്കുന്നത് ഈ ജൂലൈയിലാണല്ലോ ലിസ്റ്റ് വന്നത്, ഈ ജൂലൈ മുതൽ അടുത്ത ജൂൺ വരെ അങ്ങനെ ഒരു കാറ്റഗറി വെച്ചിട്ടാണ് ഞാൻ ലിസ്റ്റിൻ്റെ വർഷം പരിഗണിച്ചത്. അതായത് 2022 ജൂലൈയിൽ വന്നു, അടുത്ത ജൂൺ വരെ, അങ്ങനെ ഒരു വർഷമായല്ലോ. ആ ഒരു വർഷത്തിൽ അങ്ങനെ ആദ്യത്തെ 3 വർഷങ്ങളിൽ എത്ര നിയമനം, 3 വർഷത്തെ ലിസ്റ്റിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളത്. അന്ന് ആദ്യത്തെ വർഷം 149 അഡ്വൈസ് പോയിട്ടുണ്ട്, രണ്ടാമത്തെ വർഷം 110, മൂന്നാമത്തെ വർഷം 113. ആദ്യത്തെ വർഷം 149 തന്നെ കുറച്ച് കൂടിയാവും, കാരണം ആ കുറച്ച് അധിക സമയം കിട്ടിയല്ലോ. 2021 നവംബറിലാണ് ലിസ്റ്റ് വരുന്നത്. കഴിഞ്ഞ് ജൂലൈ വരെ ലിസ്റ്റ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്തും കൂടി ഉള്ള ഒഴിവ് വെച്ചിട്ടാണ് 149. നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് അത്രയും വരുന്നില്ല. അപ്പം ഈ ആവറേജ് വരുന്നത് 115, 120 അഡ്വൈസാണ് ഒരു വർഷം പത്തനംതിട്ട ജില്ലയിൽ വരുന്നതെന്നുള്ളത് നമുക്കതിന്ന് മനസ്സിലാക്കാം. അപ്പോൾ എത്രത്തോളം നിയമനം വരും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഒരു അസസ്മെൻറ്റ് വരുത്താം. ഇനി ഓരോ കാറ്റഗറികളിൽ നമ്മൾ അവസാന ഡീറ്റെയിൽസ് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. രണ്ടാമത്തെ വർഷത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, പക്ഷേ മൂന്നാമത്തെ വർഷം നമ്മൾ ലാസ്റ്റ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും കൂടി വരുമ്പോഴേക്കും കുറച്ചുകൂടി കൂടുതൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആദ്യ വർഷം മൂന്നാമത്തെ വർഷം അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വൈസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അഡ്വൈസുകൾ കുറച്ച് കൂടി വരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ലിസ്റ്റിന് ആ അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് നമ്മൾ പരിഗണിക്കുന്ന കൂടുതൽ പേര് ആവശ്യപ്പെട്ട മറ്റൊരു ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ ഡീറ്റെയിൽസ് ആണ്. തൃശ്ശൂരിൻ്റെ ലിസ്റ്റ് പരിഗണിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 679 പേരുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 620 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 337 പേര്, ടോട്ടൽ 1330 തൃശ്ശൂർ വന്നിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 17/6/2025 അതായത് ജൂൺ 17 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതിൻ്റെ ശേഷം ഒരു അഡ്വൈസും കൂടി പോയിട്ടുണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അത് കിട്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. ആ അഡ്വൈസിൽ 25 വേക്കൻസി ഫില്ലായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ജൂൺ വരെയുള്ള ലാസ്റ്റ് അഡ്വൈസ് നോക്കുമ്പോൾ 641 അഡ്വൈസ് പോയിട്ടുണ്ട്. 641 തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. അതിൽ റാങ്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ 554, ഈഴവ 565, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 24 വരെ, മുസ്ലിം 611, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, OBC 568, വിശ്വകർമ്മ 432, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ LV 6 പേര്, HI 6 പേര്, LDSP 5 പേര്. ഇങ്ങനെയാണ് നിയമനം വന്നിരിക്കുന്നത്. ഫീമെയിൽ കാറ്റഗറി ഇതേ വലിയ മാറ്റമൊന്നുമില്ല. 553 ഓപ്പൺ കോമ്പറ്റീഷൻ, 560 ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, SC ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, മുസ്ലിം 614, LCO ആംഗ്ലോ ഇന്ത്യൻ 605, OBC 535, വിശ്വകർമ്മ 556, SIC നാടാർ 442, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ഹിന്ദു നാടാർ 357. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11/11/2022 നവംബർ 11 ആദ്യ അഡ്വൈസ് പോയിരിക്കുന്നത്. 11 അതെന്തിനാണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ലിസ്റ്റ് വന്ന് ജൂലൈയിൽ വന്നു, ഓഗസ്റ്റിൽ സെപ്റ്റംബറിലൊന്നും ലിസ്റ്റ് ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടില്ല, ഒക്ടോബറിലും പോയിട്ടില്ല, നവംബറിലാണ് വന്നത് ഫസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്.
ഇത്രയാണ് ആ ലിസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇനി അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഏതാണ്ട് 3 വർഷത്തെ ഡാറ്റ നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തിൽ എത്ര അഡ്വൈസ് പോയി? 697 ആയിരുന്നു. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 641 ഒരു അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് വരാനുണ്ട്. അതിനു മുമ്പ് 697 അഡ്വൈസ് പോയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ 594 റാങ്ക് വരെ, ഈഴവ 589 റാങ്ക് വരെ, SC 786, ST സപ്ലിമെൻ്റ് ലിസ്റ്റ് 17, മുസ്ലിം 928, LC ആംഗ്ലോ ഇന്ത്യൻ 936, OBC 658, വിശ്വകർമ്മ 553, SIC 1780, SCCC സപ്ലിമെൻ്റ് ലിസ്റ്റ് 8, ധീവര 763, ഹിന്ദു നാട 1052, ഡിഫറൻറ്റ് ഏബിൾഡ് കാറ്റഗറി LD or CP സപ്ലിമെൻ്റ് ലിസ്റ്റ് 9 വരെ, HI സപ്ലിമെൻ്റ് ലിസ്റ്റ് 9 വരെ. ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് പോയിരിക്കുന്നത്. ഇനി ഓരോ വർഷവും കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്രയാണ് നിയമനം വന്നത് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ വർഷം 235 നിയമനങ്ങൾ വന്നിരുന്നു, അഡ്വൈസ് വന്നിരുന്നു. രണ്ടാമത്തെ വർഷം 168, മൂന്നാമത്തെ വർഷം 238 എന്നുള്ളത് അതുവരെയാണ് ലാസ്റ്റ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും കൂടി വരാനുണ്ട്. അതായത് ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട ആദ്യ വർഷങ്ങൾ നടന്നു. പിന്നെ രണ്ടാമത്തെ വർഷം എല്ലാ പോസ്റ്റുകളിലേക്കും ഏതാണ്ട് കുറച്ചൊരു ലാഗിങ് വന്നിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ വർഷം കൂടി വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 641 എത്തി നിൽക്കുകയാണ്. ചിലപ്പോൾ ഓരോ ഡേയ്സിൻ്റെ ഡീറ്റെയിൽസുകൾ കിട്ടാനുണ്ട്. അപ്പോൾ മൂന്നാമത്തെ വർഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഈ ആദ്യ വർഷം ചിലപ്പോൾ നിയമനങ്ങൾ കുറച്ച് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ലിസ്റ്റിന് ആദ്യത്തെ വർഷം കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് എക്സ്റ്റൻഷൻ കഴിഞ്ഞ ലിസ്റ്റിന് അവസാനിച്ചതിന് ശേഷമുള്ള കുറച്ച് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പേര് ആവശ്യപ്പെട്ട 2 ജില്ലകളാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശകലനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൂടുതൽ ഡാറ്റ കിട്ടണം. ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ജില്ലകൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് തരുന്നതാണ്. ഓരോ സമയത്തും LGSൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുമ്പോൾ കാര്യങ്ങൾ റൊട്ടേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പരമാവധി എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ തരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഡാറ്റ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Thank you.